ഇങ്ങനെ സ്ഥിരമായി തുമ്മുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, റൂം നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഡീപ്പ് ക്ലീൻ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ അത് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമാണ്. സാധാരണഗതിയിൽ ഇതാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, ചൊറിച്ചിലും തുമ്മലൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഡസ്റ്റ് മൈറ്റാണ്. അപ്പോൾ ഡസ്റ്റ് മൈറ്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാതെ നിങ്ങൾക്ക് ചൊറിച്ചിലോ തുമ്മലോ മാറില്ല. ഡീപ്പ് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ റൂമിലെ കർട്ടൻസ്, ബെഡ്ഷീറ്റ്, മാറ്റ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു 2 ആഴ്ച കൂടുമ്പോൾ, ഒരാഴ്ച കൂടുമ്പോൾ നന്നായിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. അല്ലെങ്കിൽ ഒരു വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് നന്നായിട്ട് വാക്യൂം ചെയ്ത് കളയുക. രണ്ട്, നിങ്ങളുടെ റൂം എപ്പോഴും അടച്ചിടരുത്. ഇപ്പോൾ റൂം അടച്ചിടുകയാണെങ്കിൽ റൂമിൻ്റെ അകത്ത് ഈ ഡസ്റ്റ് മൈറ്റ് വളരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യാം. ഈർപ്പം കൂടുതലുള്ള സ്ഥലത്താണ് ഡസ്റ്റ് മൈറ്റ് വളരുക. അപ്പം റൂം അടച്ചിടുമ്പം സൂര്യവെളിച്ചം അകത്തേക്ക് വരാൻ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡസ്റ്റ് മൈറ്റിൻ്റെ അളവും കൂടും. അപ്പോൾ അതും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ റൂം എപ്പോഴും തുറന്നിടാൻ നോക്കുക രാവിലെ കാലങ്ങളിൽ. 3, രാവിലെ മാത്രമേ നിങ്ങൾ റൂം തുറന്നിടാൻ പാടുള്ളൂ. രാത്രി സമയങ്ങളിൽ അടച്ചിടുക. കാരണം രാത്രിയാകുമ്പോൾ നന്നായിട്ട് തണുപ്പൊക്കെ വരുന്നത്, അത് കാരണം തുമ്മലും ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. തണുപ്പ് ചൊറിച്ചിലുണ്ടാക്കും, തുമ്മലുണ്ടാക്കും, അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാത്രി കാലങ്ങളിൽ റൂമും ഡോറും ഒക്കെ അടച്ചിടേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇത് 3ഉം നിങ്ങൾക്ക് അലർജി താൽക്കാലികമായി നിർത്താൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അത്യാവശ്യം.